20 minutes later. അവര് കാണുന്നില്ലല്ലോ. വാ തുമ്പി, നമുക്ക് പോയി നോക്കാം. ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പോയി നോക്കി. അതെന്താ? ഞാൻ കൊയങ്ങി, എനിക്ക് നടക്കാൻ വയ്യ. വാ പാറ ചേച്ചി എടുക്കാം. താങ്ക് യു. എന്നെ എടുത്തല്ലോ. തുമ്പി ചേച്ചി വേഗം വാ. തുമ്പി ബോൾ ഇങ്ങോട്ടല്ലേ വന്നത്? അതെ ചേച്ചി, ഈ ഭാഗത്തേക്ക് എന്റെ ബോൾ വീണേ. പിന്നെ അവരെ കാണാനില്ലല്ലോ, ബോളും കാണുന്നില്ല. ചേച്ചി എനിക്ക് പേടിയാകുന്നു. പിന്നെ അവരെവിടെ പോയി? കരയണ്ട, അവരിവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നോക്കട്ടോ. വാ തുമ്പി, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ശരി ചേച്ചി, വേഗം നടക്ക്. സമയം ഇപ്പൊ തന്നെ ഒരുപാടായി. ഇരുട്ടായി വരിക. അമ്മ അന്വേഷിക്കും. അമ്മ അല്ലെങ്കിൽ തന്നെ പറഞ്ഞതാ വീടിന്റെ പരിസരത്ത് നിന്ന് കളിച്ചാ മതിയെന്ന്. കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇങ്ങോട്ടൊന്നും വരരുത് അമ്മ പറഞ്ഞല്ലേ. ടൈം എത്രയായി? അമ്മനോട് നല്ല കിട്ടിയോളൂ കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് വന്നോക്ക്. എങ്ങോട്ട് വന്നോക്കാനും? വേഗം പോരാ നോക്ക്. ഇങ്ങോട്ട് നോക്ക് ചേച്ചി. ബോൾ കറങ്ങുന്നത് നോക്കിയാ എന്താ രസം. അയ്യോ, നല്ല രസമല്ലേ ചേച്ചി കാണാന്? ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. വേഗം പോന്നോ. എന്ത് കുഴപ്പം? ഞാൻ എടുത്ത് കാണിച്ചു തരാം ബോള്. വേണ്ട, ബോൾ എടുക്കണ്ട. ഇപ്പൊ നോക്ക് ചേച്ചി, ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. കണ്ട കറങ്ങുന്നേ. ചേച്ചി എനിക്ക് പേടിയാവുന്നു. വേഗം വരി. തുമ്പി ഒന്ന് വേഗം നടന്നാ. ഇനി ഇങ്ങോട്ട് വന്നൊന്നും അമ്മനോട് പറയാൻ നിൽക്കണ്ടേ, പിന്നെ അമ്മ കളിക്കാൻ തന്നെ വിടൂല. ഇല്ല ചേച്ചി, ഞാൻ പറയില്ല. വേഗം വന്നൂട്. അയ്യോ അമ്മ. അമ്മേ, എവിടെയാണ് ഇത്ര നേരം? ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയതായിരുന്നു. ഞാൻ നിങ്ങളോട് 6 മണിന്റെ ഉള്ളിൽ വീട്ടിലെത്തണം പറയല്ലേ. 6 മണിയായമ്മേ? 6 മണി 6:15 കഴിഞ്ഞ്. അടക്കട്ടോ, വീട്ടിലേക്ക് വാ. എന്നാ ശരി, ഞങ്ങൾ ചെല്ലട്ടെ. ചായ കുടിച്ചിട്ട് പോവാ. അതൊന്നും വേണ്ട. സംസാരത്തിന്റെ ഇടയിൽ അത് ഞാനങ്ങ് മറന്നു. വാ, വീട്ടിലേക്ക് കയറിട്ട് പോവാ. വേണ്ടടി, പിന്നെ ഒരിക്കലാവാ. ഇപ്പൊ സന്ധ്യ ആയില്ലേ. എന്നാ ശരി, ഞങ്ങൾ അങ്ങ് ചെല്ലട്ടെ. വേഗം നടന്നോടി, നമുക്ക് നാളെ കളിക്കാം. ബൈ. തുമ്പി ചേച്ചി, പാറ ചേച്ചി, ഉണ്ണിക്കുട്ട, ടാറ്റാ. നമുക്ക് നാളെ കാണാം. ടാറ്റാ. മക്കൾ ആന്റിന്റെ കൂടെ പോരുന്നോ? ഇല്ല ആന്റി, ഞങ്ങൾ നാളെ വരാം. എന്നാ ശരി ആന്റി, പോട്ടോ. അമ്മേ, വേഗം രണ്ടാൾ പോയി കുളിക്കി. മേല് നിറയെ പൊടിയായിരിക്കും. വേഗം ചെല്ലി. കുളിക്കണം മമ്മി. പിന്നെ കുളിക്കാതെ പിന്നെ? ചേട്ടന് കുളിക്കാൻ മടിയാണ്. പിന്നെ നീ വലിയ കുളിക്കുന്ന ആള്. മതി മതി, രണ്ടാളിനി വായിക്കൂടാ നിക്കണ്ട. വേഗം നടക്കി. പിന്നെ അമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അതൊന്നുമില്ല അമ്മേ. അമ്മ ഫ്രണ്ടത്തെ ഡോറ് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് ബാക്കിലൂടെ പോയേ അമ്മ തുറന്നു തരാം. മക്കള് വിടക്കിട്ടോ. ശരി അമ്മേ. പിന്നെ നേരെ പോയി രണ്ടാള് സോഫയിൽ ഇരിക്കാനൊന്നും നിക്കണ്ടേ. മേല് ഫുള്ള് അയക്കാം. അമ്മ ചായ എടുക്കുമ്പോത്തിന് മക്കൾ കുളിക്കേണ്ടിട്ടോ. ശരി അമ്മേ. നീ എന്ത് സംഭവം അമ്മനോട് പറയാൻ നിന്നേ? കളിക്കാൻ പോയപ്പോ ആ ബോള് ഇങ്ങനെ വട്ടം കറങ്ങിയില്ലേ? അതൊന്നും അമ്മനോട് പറയണ്ട. അതെന്താ ഞാൻ പറഞ്ഞാല്? ഈ പറഞ്ഞോ, പിന്നെ അമ്മ എന്നെ കളിക്കാൻ വിടൂല. അയ്യോ, എന്നാ വേണ്ട, പറയണ്ട. ഗുഡ് ഗേൾ. ചേച്ചി നല്ല ഉറക്കത്തിലാ. നമുക്കൊന്ന് പേടിപ്പിച്ച് നോക്കിയാലോ? ഞാൻ എപ്പോഴോ റെഡി. എന്നാ വാ, നല്ല സൗണ്ട് ഉണ്ടാക്കാതോ. അയ്യോ പ്രേതം. അമ്മ അച്ഛൻ ഓടി വരി. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കോളും. അപ്പൊ ചേച്ചി പേടിച്ചല്ലേ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞതെന്താ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ല, എന്തിനാണാവോ രണ്ടും കൂടെ വന്നേ? അത് പിന്നെ ഇന്ന് ഞങ്ങൾ ചേച്ചിന്റെ കൂടെ കിടക്കുന്നേ. എന്റെ കൂടെയോ? ഇപ്പൊ കിടന്നത് തന്നെ. അതെന്താ ഞങ്ങൾ ഇവിടെ കിടന്നാല്? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ റൂമിൽ പോയി കിടന്നോളി. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുള്ളൂ. അങ്ങനെയാണോ? എന്നാ അപ്പൊ നിങ്ങൾ നല്ലോണം കിടക്കും. ചേച്ചി ഇറങ്ങിയ ഞങ്ങൾ പറഞ്ഞില്ലേ ചേച്ചി, ഞങ്ങൾ ഇവിടെ കിടക്കുള്ളൂ. തുമ്പി ഇവിടെ കിടന്നോ? ചേച്ചിയുടെ കാലം കൊണ്ട് നീക്കിയ. ഞാൻ ഇവിടെ തന്നെ വെക്കുള്ളൂ. ആയിക്കോട്ടെ, ചേച്ചി അങ്ങനെ തന്നെ നിന്നോ. ചേച്ചി ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. അല്ലെങ്കിൽ തന്നെ സ്ഥലമല്ല, രണ്ടും കൂടെ വന്നേക്കുന്നേ. അതെന്താ ശബ്ദം? എനിക്ക് തോന്നിയതാവും. അയ്യോ, പിന്നെയും കേൾക്കുന്നു. ചേച്ചി ചേച്ചി. മനുഷ്യരൊന്ന് സ്വസ്ഥായി ഉറങ്ങാൻ സമ്മതിക്കില്ല. ചേച്ചി, എന്തോ ശബ്ദം കേൾക്കുന്നേ. എന്ത് ശബ്ദം? വേഗം ഉറങ്ങാൻ നോക്ക്. അയ്യോ പ്രേതം. എനിക്ക് എന്താ? അങ്ങോട്ട് നോക്കി. ഹായ് ഹായ്, എന്ത് രസം ബോൾ കറങ്ങുന്നത് കാണാൻ. നല്ല രസമുണ്ടല്ലേ ചേച്ചി? മണ്ണാങ്കട്ട. മനുഷ്യവരെ പേടിച്ച് നിൽക്കാം. അപ്പളാ അവന്റെ രസം. ചേച്ചി എന്തിനാ പേടിക്കുന്നേ? അപ്പൊ ശരിയാക്കി തരാം. ഈ എങ്ങോട്ടാ? അപ്പൊ ശരിയാക്കി തരാം. കണ്ടപ്പം നിന്നില്ലേ? ചേച്ചിക്ക് വേണം ബോള്? എനിക്കൊന്നും വേണ്ട. പേടിച്ച് രണ്ടാളും. അത് അലമാര വെച്ച് വന്ന് കിടക്കാൻ നോക്ക്. ചേച്ചി, അതെന്താ കറങ്ങുന്നേ? അത് തന്നെ ഞാനും ചിന്തിക്കുന്നേ. ഇനി വല്ല പ്രേതമോ? മണ്ണാങ്കട്ട. മനുഷ്യരെ പേടിപ്പിക്കാതെ വേഗം കിടന്നോട്. ഈടെ കൊണ്ടുവച്ച് അലമാര വെച്ച് പൂട്ടീന്. ഇനി വന്ന് കിടക്കാൻ നോക്ക്. അയ്യോ, ഞങ്ങൾ നല്ല പാറവിന്റെ റൂമിലല്ലേ കിടന്നേ. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഉണ്ണിക്കുട്ട എണീക്ക്. എണീക്ക്. എന്താ? ഇന്നലെ നമ്മൾ മറ്റേ റൂമിലല്ലേ കിടന്നേ. ഏത് മറ്റേ റൂം? ഇന്നലെ നമ്മൾ ചേച്ചിന്റെ റൂമിലല്ലേ കിടന്നേ.
ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? എണീക്കാൻ തോന്നുന്നില്ല. എന്തൊരു തണുപ്പ്. എണീറ്റില്ലെങ്കിൽ അമ്മപ്പ വരും. അവരെവിടെ പോയി? എണീറ്റ് പോയിട്ടുണ്ടാവും. അമ്മേ, എണീച്ചോ? ഇന്നെന്തേ നേരത്തെ എണീക്കാൻ തോന്നിയേ? ചിരിക്കല്ലേ? ഏതായാലും നേരത്തെ എണീച്ചല്ലേ? ചായ കുടിച്ച് വേഗം മുറ്റം അടിക്കാൻ നോക്ക്. അല്ല, തുമ്പി ഉണ്ണിക്കുട്ടനേടെ? അവരെ എണീറ്റ് കാണില്ല. അപ്പൊ അവരവിടെ ഇല്ലല്ലോ. എന്താണ് ഈ പറയുന്നേ? ഒന്നുമില്ല അമ്മേ, ഞാൻ ഇപ്പൊ വരായേ. മുങ്ങിക്കോ. എന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ച അപ്പ മുങ്ങിക്കോളും. രാവിലെ എണീറ്റ് ഈ രണ്ടും എവിടെ പോയി? ഇനിയിപ്പോ കളിക്കാൻ പോയിട്ടുണ്ടാവുമോ? ചേച്ചി നേരത്തെ എണീറ്റോ? നിങ്ങളല്ലേ എന്നെക്കാളും നേരത്തെ എണീറ്റ് പോന്നെ? ഞങ്ങളോ? പിന്നല്ലാതെ ഞാൻ എണീക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ എണീറ്റ് പോയില്ലേ? അതിന് ചേച്ചി ഞങ്ങളെ റൂമിലാ കിടന്നേ. നിങ്ങളെ റൂമിലോ? അതെ ചേച്ചി. ഈ ചെക്കന്റെ കിളി പോയെന്നാ തോന്നുന്നേ. ഇന്നലെ നമ്മളെല്ലാരും എന്റെ റൂമിലല്ലേ കിടന്നേ? എന്താടാ, ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇന്നലെ ചേച്ചിന്റെ റൂമിലാ കിടന്നേന്ന്. പിന്നെ നമ്മൾ എങ്ങനെ അവിടെ എത്തി? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ, എങ്ങനെയാണ് എത്തിയെന്ന്. എന്ത്? അത് പിന്നെ ചേച്ചി, ഞങ്ങൾ ഉണർന്നപ്പോ ഞങ്ങളെ റൂമിലായിരുന്നേ. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ചേച്ചി, ഞങ്ങൾക്ക് പേടിയാവുന്നു. ചേച്ചി, നമുക്ക് അമ്മനോട് പറഞ്ഞാലോ? വേണ്ട, അമ്മ അറിയണ്ട. പിന്നെ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കാം. എനിക്ക് പേടിയാവുന്നു. പേടിക്കാതെ, ചേച്ചി ഇല്ല കൂടെ? ഇവളെ